ചോര കൊടുക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഇവർ ഈ കൊടുക്കമ്പ് വെച്ചിട്ടുള്ള കുത്താൻ പറ്റാത്ത ചെറിയ സൂചിയാക്കി കൊടുത്തൊക്കെ പ്രസവിക്കാറെ ഏതൊരു ചേച്ചിക്ക് ബ്ലഡ് കൊടുക്കാൻ പോയി കഥയായിട്ടത്. ഇന്ന് എന്റെ അസിസ്റ്റന്റ് ഉണ്ട്. മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ബ്ലഡ് കൊടുക്കുന്നത്. ഓ പോസിറ്റീവ് ആവശ്യമുള്ളവർക്ക് വിളിച്ചോളാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കറക്റ്റ് 3 മാസമായി വിളിച്ചേക്ക. എന്തായാലേ തെറ്റെന്റെ ഭാഗത്താ. അങ്ങനെ ഉപ്പിസോടെയും കുടിച്ച് BP ചാർജാക്കി നേരെ സൈമർ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. പ്രസവിക്കുന്നത് ആ ചേച്ചിയാണെങ്കിലും ചോര കൊടുക്കുന്ന ടെൻഷൻ എനിക്കായിരുന്നു കേട്ടോ. പിന്നെ ഇവർ രണ്ടാളും കൂട്ടി ഞങ്ങൾ നിഗൂഢതയിലേക്ക് കൊണ്ടുപോയി താഴത്തേക്ക്. ഇവനെ കൊടുന്നതിൽ ഇങ്ങനെയും ഒരു ഉപകാരം ഉണ്ട്. എന്തൊക്കെ എഴുതി കൂട്ടുണ്ട്. ഇതേത്തോടു കൂടി ഇവന്റെ ആവശ്യം കഴിഞ്ഞിട്ടാ ഇവനൊരു ടാറ്റയും കൊടുത്ത് പിന്നെ നമ്മൾ ഉള്ളിലേക്ക് പോയി. അങ്ങനെ വെയിറ്റും ഹൈറ്റും BP നോക്കിയപ്പോ ചേടിത്തേറി പറയാ വളരെ കുറവാണല്ലോ, ഒന്ന് ബ്ലഡ് എടുക്കാൻ പറ്റില്ലെന്ന്. ഞാൻ അവരോട് മാസമായിട്ട് പറഞ്ഞു ധൈര്യമായിട്ട് എടുക്ക്, തലറിങ്ങിയാണ് അപ്പുറത്തോണ്ടേക്ക് എടുത്തല്ലേ വേണ്ട, ഒന്നുമില്ലെങ്കിൽ ഇതൊരു ഹോസ്പിറ്റലല്ലേ എന്ന്. അങ്ങനെ അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. BP പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഉച്ചയ്ക്ക് തിരമിഴുങ്ങിണ്ടായിരുന്നില്ല, അത് അവരോട് പറഞ്ഞില്ല. പറ്റിച്ചേ, ഇത് പുതിയ കളിയല്ലോ, നമ്മൾ വേറെ ബ്ലഡ് കൊടുക്കാൻ പോണോടത്തൊന്നും ഇത് കണ്ടിട്ടില്ല കേട്ടോ. എന്തൊക്കെയാലും ചോര നമ്മുടെ ഇനി പോണോ. 2 ഗ്ലാസ് വെള്ളം കുടിച്ച് നേരെ ചോര കൊടുക്കാൻ പോയി. എന്നെ കുത്തി വെറുതെ പിടിയിട്ട് വേറൊരു ചേട്ടനെ വിളിച്ചു വരുത്തി. പാവം ഞാൻ ബ്ലഡ് കൊടുത്തിട്ട് ക്ഷീണമായിട്ട് കിടക്കണണ്ട. പിന്നെ പോളിഞ്ഞിട്ട് 1-2 മിനിറ്റുള്ളിൽ സാധനം നിറച്ചു. ഞാൻ എന്റെ നെഞ്ചത്തെ പരുന്ന് നോക്കണണ്ട കലിച്ചിട്ട് ആരാടാ എന്റെ ചെക്കന്റെ ചോര എടുത്തെന്നുള്ള രീതിയിൽ ബ്ലഡ് എടുത്തതിന് ശേഷം അവർ ഞെക്കി നോക്കണ്ടായിരുന്നു. പാകായോ മുറുകാനാണാവോ. പിന്നെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് ജ്യൂസും ബിസ്ക്കറ്റും തന്നിട്ട് പറയാ മോമ്പൊക്കോട്ടാന്ന്. പിന്നെ പുറത്തേക്ക് വന്നിട്ടുള്ള ഈ കാഴ്ച കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. നമ്മുടെ ഡ്രൈവർ സ്പൾബർ ഉറങ്ങുകയാണ്. അവനെ ഏൽപ്പിച്ച് ഒരു ബിരിയാണി കൊടുത്തിട്ട് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ബൈ.